ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 2023 ഇൻകം ടാക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇവിടെ 2.5 മണിക്കൂറാണ് എക്സാം വന്നിരിക്കുന്നത്. മാർക്സ് 80 മാർക്സിലാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. വാട്ട് ഡു യു മീൻ ബൈ പ്രീവിയസ് ഇയർ? എന്തിനാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്? What is gross total income? Who is an assessee? What do you mean by long-term capital gains? Define annual value. Who is an assessee in default? What is capital asset? Define perquisites. Define block of assets. What do you mean by standard rent? Who is a person? What are the 5 heads of income? What do you mean by fair rental value? How is short-term capital gain is computed? What do you mean by casual income? അപ്പോൾ ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സും ഉൾക്കൊള്ളുന്ന പോലെ തന്നെയാണ് ഇവിടെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ബേസിക് പഠിച്ച ഒരാൾക്ക് പോലും എഴുതാൻ നല്ല ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ കീ എന്ന് പറയുന്നത് ഓൾറെഡി ഞങ്ങൾ വാലുവേഷന് പോയ സമയത്ത് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ആൻസർ കീ ആണ് ഞാൻ ഇതിൻ്റെ ഒപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ തിയറി പഠിക്കുന്ന സമയത്ത് ഒന്നുകൂടി ടെക്സ്റ്റിൽ അത് മാർക്ക് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ ടാക്സ് ട്രീറ്റ്മെൻറ്റ് ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് അതർ എംപ്ലോയീസ്. അപ്പോൾ എങ്ങനെയാണ് RFA കണക്കാക്കുന്ന രീതി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗവൺമെൻറ് എംപ്ലോയീസിനും മറ്റുള്ള എംപ്ലോയീസിനും. 17ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ആർ കോൾഡ് ഫുള്ളി ടാക്സബിൾ അലവൻസസ് അണ്ടർ ഹെഡ് സാലറി. വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യനാണ്. സാലറി എന്ന് പറയുന്ന ഹെഡിൽ ഫുള്ളായിട്ട് ടാക്സബിൾ ആയിട്ടുള്ള അലവൻസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യനിൽ മിസ്റ്റർ ഫിലിപ്പ് റിസൈഡ്സ് ഇൻ കാൺപൂർ. ഹി ഗെറ്റ്സ് എ ബേസിക് സാലറി ഓഫ് ₹2 lakh ആൻഡ് ഡിയർനെസ് പേ ₹2 lakh ആൻഡ് ഹൗസ് റെൻറ്റ് അലവൻസ് ഓഫ് ₹1,50,000 per annum. He pays a rent of ₹1,80,000 per annum and determine the amount of HRA chargeable to tax. അപ്പോൾ ബേസിക് സാലറിയും ഹൗസ് റെൻ്റ് അലവൻസും ഒക്കെ തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസിസിൽ HRA കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, കാൺപൂരിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് മെട്രോപൊളിറ്റൻ സിറ്റി എന്നല്ല, അപ്പോൾ അവർ ആ കാൽക്കുലേഷനിൽ വ്യത്യാസമൊന്നുമില്ല. നെക്സ്റ്റ് പറയുന്നത് 19ാമത്തെ, അപ്പോൾ അത് HRA എന്ന ഒരു പ്രോബ്ലമാണ് ചോദിച്ചിരിക്കുന്നത്, മനസ്സിലാക്കുക. 19ാമത്തെ ക്വസ്റ്റ്യനിൽ മിസ്റ്റർ റാം റിട്ടയേഴ്സ് ഫ്രം എ കമ്പനി ഓൺ 4th January 2023 ആഫ്റ്റർ സെർവിങ് 16 years. 16 വർഷം ജോലി ചെയ്തതിന് ശേഷം റിട്ടയർ ചെയ്തിരിക്കുന്ന ഡേറ്റ് January 4, 2023. അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഹിസ് ബേസിക് സാലറി, റിട്ടയർ ചെയ്യുന്ന സമയത്ത് 88,000 രൂപയായിരുന്നു ഒരു മാസത്തെ സാലറി. ആൻഡ് ഹി വാസ് ഓൾസോ എൻറ്റൈറ്റിൽഡ് ടു ഡിയർനെസ് അലവൻസ് ഓഫ് ₹16,000 പെർ മന്ത്. ഒരു മാസം ഡിയർനെസ് അലവൻസ് 16,000 രൂപയും കിട്ടിയിരുന്നു. ഓൺ ദ റിട്ടയർമെൻറ്റ് ഹി റിസീവ്ഡ് ₹1,20,000 ആസ് ഗ്രാറ്റുവിറ്റി. റിട്ടയർ ചെയ്യുന്ന സമയത്ത് 1,20,000 രൂപ ഗ്രാറ്റുവിറ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഹി ഈസ് കവേർഡ് അണ്ടർ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. ഗ്രാറ്റുവിറ്റി ആക്റ്റിൽ കവർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. കമ്പ്യൂട്ട് ദ ടാക്സബിൾ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി. അപ്പോൾ ഗ്രാറ്റുവിറ്റിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് 2 തരത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, ഈ ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്, അല്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നിന്നാണ് ഒരു പ്രോബ്ലം വന്നിരിക്കുന്നത്. സോ HRA ഒരു പ്രോബ്ലം വന്നു, കമ്പ്യൂട്ടേഷൻ ഗ്രാറ്റുവിറ്റിയുടെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. 20ാമത്തെ ക്വസ്റ്റ്യനിൽ ഡിറ്റർമിൻ ദ നെറ്റ് ആനുവൽ വാല്യൂ ഇൻ ദ ഫോളോയിങ് കേസസ്. അത് വീണ്ടും HRA എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെൻറ്റിൽ, സ്റ്റാൻഡേർഡ് റെൻറ്റ്, ആക്ച്വൽ റെൻറ്റ്, മുനിസിപ്പൽ ടാക്സ്, ഇത്രയും തന്നിട്ടുണ്ട്. അങ്ങനെ 3 കാറ്റഗറി ABC എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിന്ന് നെറ്റ് ആനുവൽ വാല്യൂ കാണുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയാലോ ആ ഒരു റെൻറ്റുകൾ തമ്മിലുള്ള കമ്പാരിസൺ നോക്കുക, മുനിസിപ്പൽ വാല്യൂ ഫെയർ റെൻറ്റിൽ നോക്കുക, അപ്പോൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് കിട്ടും. അതിൽ നിന്ന് ഏറ്റവും സ്റ്റാൻഡേർഡ് റെൻറ്റ് ഒരു കമ്പയർ ചെയ്യുക. സ്റ്റാൻഡേർഡ് റെൻറ്റിനേക്കാൾ കൂടുതൽ ഒരിക്കലും ആയി പോകരുത്. പിന്നെ ഇന്ന് ടാക്സ് ലെസ് ചെയ്ത് കാണിക്കുക. ഇതാണ് നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ഡിഡക്ഷൻസ് അലൗഡ് അണ്ടർ ദ ഹെഡ് സാലറി. സാലറിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് 22ാമത്തെ ക്വസ്റ്റ്യനിൽ ഗിവ് എ നോട്ട് ഓൺ എക്സെംപ്റ്റഡ് അലവൻസസ് അണ്ടർ ദ ഹെഡ് സാലറി. അപ്പോൾ സാലറിയിൽ തന്നെ 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ടാക്സബിൾ അലവൻസ് ഏതാണ്, ഡിഡക്ഷൻസ് ഏതൊക്കെയാണ്, ആൻഡ് എക്സെംപ്റ്റഡ് അലവൻസ് ഏതൊക്കെയാണ് 3 ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ്. പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് അതായത് ഹൗസ് റെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഒരു വീട് പണിയാൻ തുടങ്ങിയിട്ട് എത്ര ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയി, അതിന് മുന്നേ എത്ര നമുക്ക് ചിലവുകൾ വരുന്നിട്ടുണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വിധമൊക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി എസ്സേയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് 2 തിയറി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ഹൗ ടു ഡിറ്റർമിൻ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കമ്പ്യൂട്ട് ചെയ്യുക, അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അപ്പോൾ ആ 3 കാര്യങ്ങൾ എഴുതുക. റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്, നോട്ട് ഓൺലി റെസിഡൻറ്റ് എന്താണെന്നുള്ളതും നമ്മുടെ ആ കണ്ടീഷൻസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ. ഇനി 25ാമത്തെ ക്വസ്റ്റ്യനിൽ അതും വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഒരു 15 എക്സെംപ്റ്റഡ് ഇൻകംസ് ഏതൊക്കെയാണെന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 എസ്സേ ക്വസ്റ്റ്യൻ, 2 തിയറി ക്വസ്റ്റ്യനും 2 പ്രോബ്ലം ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈസി ആയിട്ട് തന്നെ തിയറി പഠിച്ച ആൾക്കാർക്കും എഴുതാൻ പറ്റും, പ്രോബ്ലം പഠിച്ചവർക്കും ചെയ്യാൻ പറ്റും. 26ാമത്തത് കമ്പ്യൂട്ടേഷനാണ് കേട്ടോ. സാലറിയുടെ ക്വസ്റ്റ്യൻ ആണ്. അതും വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. സാലറി തന്നിട്ടുണ്ട്, അതേപോലെ DA തന്നിട്ടുണ്ട്, HRA ഉണ്ട്, ആക്ച്വൽ റെൻറ്റ് കൊടുക്കുന്നുണ്ട്, പ്ലേസ് ഓഫ് സർവീസ് തന്നിട്ടുണ്ട്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഉണ്ട്, മെഡിക്കൽ അലവൻസ് ഉണ്ട്. വളരെ ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു സാലറി എന്ന് വന്നിരിക്കുന്നത്. ആൻഡ് കമ്പ്യൂട്ട് ടാക്സബിൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ്. ഇനി വീണ്ടും ചോദിച്ചിരിക്കുന്ന ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യാൻ. അതും സിമ്പിൾ ക്വസ്റ്റ്യൻസ്, നമ്മൾ നേരത്തെ 5 മാർക്കിൻ്റെ കണ്ട അതേപോലത്തെ ക്വസ്റ്റ്യനാണ് വീണ്ടും ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു ഐറ്റം മാത്രം കൂടിയിട്ടുണ്ട്, ഇൻട്രസ്റ്റ് പെയ്ഡും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്നുള്ള ലെവലിൽ നമുക്ക് അതിൻ്റെ ആൻസർ കീ ഒന്ന് നോക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു ആൻസർ കീ ഒന്നല്ല എങ്കിൽ പോലും കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ വാല്യൂഷൻ ക്യാമ്പിൽ പോയപ്പോൾ നമുക്ക് തന്ന ഒരു ആൻസർ കീ ആയിട്ടൊരു കമ്പാരിസൺ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തേൽ ദ ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ് ഈസ് നോൺ ആസ് പ്രീവിയസ് ഇയർ. ഏത് വർഷമാണോ നമുക്ക് ഇൻകം ഏൺ ചെയ്തിരിക്കുന്നത് ആ വർഷത്തിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടർ അണ്ടർ 5 ഹെഡ്സ് ഓഫ് ഇൻകം, ദാറ്റ് ഈസ് ഇൻകം ഫ്രം സാലറി. ഏതൊക്കെയാണ് 5 ഹെഡ്സ്? ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ് 5 ഹെഡ്സ് എന്നുള്ളത്? ഒന്ന് ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിൻ, ബിസിനസ് ഇൻകം ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ അസസി ഈസ് എ പേഴ്സൺ. ആരാണ് അസസി എന്നായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അസസി ഈസ് എ പേഴ്സൺ ഹൂ പേയ്സ് ടാക്സ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ടിലെ പ്രൊവിഷൻസ് പ്രകാരം ആരാണോ ടാക്സ് കൊടുക്കുന്നത് ആ വ്യക്തിനെയാണ് അസസി എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിൽ എനി പ്രോഫിറ്റ് ഓർ ഗെയിൻ അറൈസസ് ഓൺ ദ ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് ആർ കോൾഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു ഗെയിൻ, നേട്ടം നമുക്ക് ഉണ്ടാവുകയാണ്, ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ ദ സം ഫോർ വിച്ച് പ്രോപ്പർട്ടി മൈറ്റ് റീസണബിളി ബി എക്സ്പെക്റ്റഡ് ടു ബി ഫ്രം ഇയർ ടു ഇയർ, ലെറ്റ് ഫ്രം ഇയർ ടു ഇയർ. അതായത് ഓരോ പ്രോപ്പർട്ടിയും നമുക്ക് റീസണബിളി എന്ത് ചെയ്യണം, എക്സ്പെക്റ്റഡ് ആണ്, ടു ബി ലെറ്റ് ഫ്രം ഇയർ ടു ഇയർ എന്നുള്ളതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ആറാമത്തെ ആൻസർ എന്ന് പറയുന്നത് അസസി ഇൻ ഡിഫോൾട്ട് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെൻ എ പേഴ്സൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡൂയിങ് എനി വർക്ക് അണ്ടർ ദ ആക്ട് ആൻഡ് ഫെയിൽസ് ടു ഡൂ ഇറ്റ് ഹി ഈസ് കോൾഡ് അസസി ഇൻ ഡിഫോൾട്ട്. അതായത് ആക്ച്വലി ആരാണോ ടാക്സ് പേ ചെയ്യേണ്ടത് അവരെയാണ് അസസി എന്ന് പറയുന്നത്. ഇനി ആ ടാക്സ് പേ ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ചകൾ വരുത്തി കഴിഞ്ഞാൽ അവരെയാണ് എന്ത് പറയുന്നത്, അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറയും. കാരണം അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് ചെയ്യാന്നുള്ളത്, ആ വർക്ക് ചെയ്യാന്നുള്ളത്. പക്ഷെ അത് ചെയ്യുന്നതിൽ അവർ വിമുഖത കാണിച്ചു, അല്ലെങ്കിൽ വീഴ്ച വരുത്തി, ചെയ്തില്ല, അങ്ങനെയുള്ളവരെയാണ് അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്നത്.
ഏഴാമത്തെ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ അസറ്റ് എന്താണ്? ദോസ് അസറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ബൈ ദ അസസി വിച്ച് ആർ കണക്റ്റഡ് വിത്ത് ബിസിനസ് പ്രൊഫഷൻ ഓർ നോട്ട്. ബിസിനസ്സോ പ്രൊഫഷനോ ആയിട്ട് കണക്ട് ചെയ്തോ അല്ലെങ്കിലോ ആ അസറ്റുകൾ അസസി ഹെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ്, കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. അടുത്തത് എനി ബെനിഫിറ്റ് അറ്റാച്ച്ഡ് ടു ആൻ ഓഫീസ് ഓർ പൊസിഷൻ ഇൻ അഡീഷൻ ടു സാലറി ഓർ വേജസ്. സാലറിയോ വേജോ കൂടാതെ നമുക്ക് അഡീഷണലായി കിട്ടുന്ന ബെനിഫിറ്റിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫോർ ഇൻകം ടാക്സ് പർപ്പസ് ലിമിറ്റ് ഓഫ് സ്കോപ്പ് ഫോർ പെർക്യൂസിറ്റ്. എന്താണ് പെർക്യൂസിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ സാലറി കിട്ടാൻ ഒരാൾക്ക് അല്ലെങ്കിൽ വേജസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന് അഡീഷണലായിട്ട് അതിന് പുറമേ കിട്ടുന്ന മറ്റുള്ള ഏതൊരു ബെനിഫിറ്റും എന്തായിട്ട് നമുക്ക് പറയാം, പെർക്യൂസിറ്റ്സ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഏതൊരു പെർക്യൂസിറ്റ്സിനെയും കൺവേർട്ടബിൾ ഇൻ ടേംസ് ഓഫ് മണി നമുക്ക് മോണിറ്ററി ആയിട്ട് പറയാൻ സാധിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒൻപതാമത്തെ ക്വസ്റ്റ്യനിൽ ബ്ലോക്ക് ഓഫ് അസറ്റ് എന്താ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ അസറ്റിനും ഇത്ര പെർസെൻറ്റേജ് ആണ് കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പ്രോബ്ലം ചെയ്യുമ്പോൾ. പകരം കുറച്ച് അസറ്റുകളെ ഒരു കൂട്ടമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം അസറ്റിനെ ഒരു ഗ്രൂപ്പ് ആക്കിക്കൊണ്ട് ആ ഗ്രൂപ്പിന് മൊത്തം ഒരേ പെർസെൻറ്റേജ് ആണ് നമ്മൾ റേറ്റ് ഓഫ് ഡെപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. പിന്നെ റെൻറ്റ് ഫിക്സ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? റെൻറ്റ് കൺട്രോൾ ആക്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇനി 11ാമത്തെ ക്വസ്റ്റ്യനിൽ പേഴ്സൺ ഇൻക്ലൂഡ്സ് ആൻ ഇൻഡിവിജ്വൽ. ആരെയൊക്കെ നമുക്ക് പേഴ്സൺ എന്ന് പറയാം? ഒരു വ്യക്തിനെ, അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലീനെ, ഒരു കമ്പനീനെ, എ ഫേം അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ലോക്കൽ അതോറിറ്റി ആൻഡ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ഇത്രയും കാര്യങ്ങളെയാണ് ഇൻകം ടാക്സിൽ പൊതുവായിട്ട് പേഴ്സൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ബിസിനസ്, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്. വീണ്ടും ആ 5 ഹെഡ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 13ാമത്തേൽ റെൻറ്റ് ഫോർ സിമിലർ ഹൗസസ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി ഈസ് കോൾഡ് ഫെയർ റെൻ്റൽ വാല്യൂ. ഫെയർ റെൻ്റൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയ ആ ഒരു വീടിൻ്റെ റെൻ്റ് എന്താണോ അതേപോലെ അതേ ലൊക്കാലിറ്റിയിലുള്ള വീടുണ്ടെങ്കിൽ അതിന് ചാർജ് ചെയ്യുന്ന ആ 2 വീടിനും ഒരേപോലെയാണ് നമ്മൾ ചാർജ് ചെയ്യുക. അതിനെയാണ് ഫെയർ റെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യനിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് കണക്കാക്കുക എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഫുൾ വാല്യൂ നമുക്കത് സെയിൽ ചെയ്യുമ്പോൾ എത്ര വാല്യൂ ആണോ കിട്ടുന്നത് അതിൽ നിന്ന് നമുക്കത് അക്വയർ ചെയ്യാൻ വന്ന പൈസയും അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വന്ന പൈസയും കൂടിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യനിൽ ഇറ്റ് ഈസ് ആൻ ഇൻകം ഇൻ വിച്ച് ഈസ് ഏൺഡ് ബൈ ചാൻസ് ആൻഡ് നോട്ട് ലൈക്ലി ടു ഒക്കർ എഗെയിൻ ഇൻ എ ഇയർ. ദിസ് ഏർണിംഗ് ഈസ് നൈദർ ആൻറ്റിസിപ്പേറ്റഡ് നോർ പ്രൊവൈഡഡ് ഫോർ ഇൻ എനി എഗ്രിമെൻറ്റ്. ഫോർ എക്സാമ്പിൾ ഇൻകം ഫ്രം വിന്നിങ് ലോട്ടറി, കാർഡ് ഗെയിം. കാഷ്വൽ ഇൻകം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അതായത് കാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകം അല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മാത്രം കിട്ടുന്ന ഇൻകം. അപ്പോൾ ലോട്ടറി അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഇൻകം അല്ല. അല്ലെങ്കിൽ ഒരു ഗെയിംസിൽ നമ്മൾ ഫസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല. അങ്ങനെ അവിചാരിതമായിട്ടും ഇറഗുലറായിട്ടും നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ് കാഷ്വൽ. ഒരു പസിലിൽ നമ്മൾ എൻ്റർ ചെയ്തു, ആ പസിൽ ജയിക്കുമ്പോൾ നമുക്കത് കിട്ടും അല്ലേ. അപ്പോൾ അതൊന്നും എപ്പോഴും ഫിക്സഡ് അല്ല, ഹോഴ്സ് റേസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് കാഷ്വൽ ഇൻകത്തിൽ 15 മാർക്കിൻ്റെ 15 ക്വസ്റ്റ്യൻസ് 12 മാർക്കിൻ്റെ. 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കാൽക്കുലേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് രണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളോട്. ഗവൺമെൻറ് എംപ്ലോയീസിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഒരു അതർ എംപ്ലോയീസിനെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ അൺഫർണിഷ്ഡ് ആയിട്ട് നമുക്ക് വെറും ഒരു വീട് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ, അൺഫർണിഷ്ഡ് ആണെങ്കിൽ ആ എമൗണ്ട് എത്രയാണെന്നുള്ളത് ഗവൺമെൻറ് റൂൾസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി ഫർണിഷ്ഡ് ആയിട്ടുള്ളൊരു വീടാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ 10% ഓഫ് ദ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ. നമ്മൾ ആ വീട്ടിൽ എത്ര ഫർണിച്ചറും കാര്യങ്ങളും വെച്ചിട്ടുണ്ടോ അതിൻ്റെ ആ കോസ്റ്റ് എന്താണോ അതിൻ്റെ 10%. ഈവൺ അത് കൊണ്ടുവന്ന ചാർജും കൂടി കണക്കാക്കിയിട്ടാണ് 10% ആഡ് ചെയ്യുക. അതേപോലെ അതിൽ നിന്ന് ലെസ് ചെയ്യേണ്ടത് എംപ്ലോയിക്ക് നമുക്ക് എത്ര എമൗണ്ട് ആണോ RFA കൊടുക്കുന്നത് ആ എമൗണ്ട് ലെസ് ചെയ്യുകയും ചെയ്യാം. ഇനി റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ അതർ എംപ്ലോയീസിനാണെങ്കിൽ അത് അക്കോമഡേഷൻ ഓൺഡ് ബൈ എംപ്ലോയർ എന്താണോ അത് ഓൺ ചെയ്തിരിക്കുന്നത് ആ എമൗണ്ടാണ് വരിക.
അതിൽ അൺഫർണിഷ്ഡ് ഹൗസാണ് കൊടുക്കുന്നതെങ്കിൽ സിറ്റീസ് ഉണ്ടെങ്കിൽ പോപ്പുലേഷൻ അത് നമുക്ക് നോക്കാനുണ്ട്. 25 ലക്ഷത്തിൽ കൂടുതലുള്ള ആളുകൾ താമസിക്കുന്ന സിറ്റി ആണെങ്കിൽ അവിടെ 15% ഓഫ് സാലറിയാണ് ഫോർ ദ പീരീഡ് ടു വിച്ച് അക്കോമഡേഷൻ വാസ് ഒക്യുപ്പൈഡ് ബൈ എംപ്ലോയീസ്. 15% ഓഫ് സാലറിയാണ് അവിടെ എടുക്കേണ്ടത്. ഇനി അതിൽ തന്നെ 10 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടയിൽ താമസിക്കുന്ന ആളുകളുടെ ഏരിയ ആണെങ്കിൽ 10% സാലറി. ആൻഡ് അതർ പ്ലേസസ് ഇതൊന്നും അല്ലാത്ത സ്ഥലത്താണെങ്കിൽ അതായത് മാക്സിമം 10 lakhs വരെയാണെന്ന് വെച്ചാൽ അവിടെ 7.5% ഓഫ് സാലറിയാണ് എടുക്കുന്നത്. പിന്നെ അക്കോമഡേഷൻ ടേക്കൺ ഓൺ ലീസ് റെൻറ്റ് ബൈ എംപ്ലോയർ. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ ലീസിനോ റെൻറ്റിനോ എടുത്തിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ആക്ച്വൽ ലീസ് റെൻറ്റിൽ എത്രയാണോ അതല്ലെങ്കിൽ 15% ഓഫ് സാലറി ഫോർ ദ പീരീഡ് ഡ്യൂറിങ് വിച്ച് അക്കോമഡേഷൻ വാസ് ഒക്യുപ്പൈഡ് ബൈ എംപ്ലോയർ. 15% സാലറിയോ അല്ലെങ്കിൽ ആക്ച്വൽ ലീസ് റെൻറ്റോ ഏതാണോ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ആൻഡ് വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് അക്കോമഡേഷനാണ്. ഫർണിഷ്ഡ് ഹൗസ് ആണെങ്കിൽ അങ്ങനെ, വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണെങ്കിൽ 10% പെർ ദ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഓർ ഹയർ ചാർജസ്. നമ്മൾ ഹയർ ചെയ്യുന്ന ആ ചാർജോ അല്ലെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് ഓഫ് ഫർണിഷ്ഡ് ഹൗസ് ആണെങ്കിൽ അതിൻ്റെ 10% കൂടി കാണിക്കുക. ഇതാണ് അതിൻ്റെ കമ്പ്യൂട്ടേഷൻ വരുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണ് ടാക്സബിൾ അലവൻസ്. സാലറിയുടെ അണ്ടറിൽ വരുന്ന ടാക്സ് കൊടുക്കേണ്ടതായിട്ടുള്ള അലവൻസുകൾ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം ഫുള്ളി ടാക്സബിൾ ആണ് എംപ്ലോയിയുടെ കയ്യിൽ വെച്ച് തന്നെ. ഡിയർനെസ് അലവൻസ്, ഡിയർനെസ് പേ, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, ടിഫിൻ അലവൻസ്, സെർവൻ്റ് അലവൻസ്, നോൺ പ്രാക്ടീസിങ് അലവൻസ്, ഹിൽ അലവൻസുകൾ, ഫിക്സഡ് മെഡിക്കൽ അലവൻസുകൾ, വാർഡൻ അലവൻസ്, ഡെപ്യൂട്ടേഷൻ അലവൻസ്, ഓവർ ടൈം അലവൻസ് എക്സെട്ര. ഇതൊന്ന് ജസ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് 17ാമത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇനി 18ലേക്ക് പോകുമ്പം നമ്മൾ HRAയുടെ കാൽക്കുലേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല, ആക്ച്വൽ HRA എന്താണോ എന്നുള്ളത് നോക്കുക. 1,50,000 ഇവിടെ വരുന്നുണ്ട്. പിന്നെ റെൻറ്റ് പെയ്ഡ് 10% ഓഫ് സാലറി, അതായത് 1,80,000 നിന്ന് ആ ഒരു 40,000 ലെസ് ചെയ്യുമ്പോൾ 1,40,000 ആണ് വരുന്നത്. ഇനി 40% ഓഫ് സാലറി എത്ര നോക്കുക. അത് നമുക്ക് 1,60,000 കിട്ടുന്നുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻ. അപ്പോൾ ടാക്സബിൾ എന്ന് പറയുന്നത് എത്ര? 1,50,000 ആണ് ആക്ച്വൽ HRA. അതിൽ നിന്ന് 40% ലെസ് ചെയ്യുമ്പം നമുക്ക് റെൻറ്റ് പെയ്ഡ് കുറയ്ക്കുമ്പോൾ എത്ര വരുന്നത്? ബാലൻസ് 1,10,000 ആണ് അവിടെ. 10,000 ആണ്, സോറി, 1,50,000 നിന്ന് 1,40,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10,000 ആണ് ടാക്സബിൾ HRA എന്ന് പറയുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യനിലൊക്കെ ടാക്സബിൾ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി കമ്പ്യൂട്ട് ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ആൻസർ മാത്രമാണ്. 2,40,000 ആണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കുക. കാരണം അവിടെ നമുക്ക് കൺഫ്യൂഷനൊന്നുമില്ല. ഗ്രാറ്റുവിറ്റിയുടെ പോർഷൻ എടുക്കുക. അതിൽ ആ ആക്ട് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹൗസ് എയുടെക്ക് 1,05,000 ആണ് കൊടുത്തിരിക്കുന്നത്. ഹൗസ് ബിക്ക് 88,000. ഹൗസ് സിയുടെ ഓരോന്നിൻ്റെയും HRA കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് എംപ്ലോയീസിന് കൊടുക്കുന്നത് ഏതൊക്കെയാണ്? ഒന്ന് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആണ്, പിന്നെ പ്രൊഫഷണൽ ടാക്സും. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ വന്നിരിക്കുന്നത് ഫോറിൻ അലവൻസുകൾ, സംച്വറി അലവൻസ് ഫോർ ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് ജഡ്ജസ്, പിന്നെ അലവൻസ് ഫ്രം UNO ആൻഡ് പ്രീ ടൈം അലവൻസ്. ഇതെല്ലാം ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാലറിയിൽ ഫുള്ളി ടാക്സബിൾ ആയത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ടാക്സ് ഫ്രീ ആയിട്ടുള്ള അലവൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് എക്സംപ്റ്റഡ് അലവൻസുകളാണ് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതെല്ലാം എക്സംപ്റ്റഡ് ആണ്. നെക്സ്റ്റ് 23ാമത്തേൽ ചോദിച്ചിട്ടുണ്ട് കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക. പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ്. പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് വിച്ച് ഈസ് പേയബിൾ ഫോർ ദ പീരീഡ് പ്രയർ ടു ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന് മുന്നേ നമ്മൾ എത്ര രൂപയാണോ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ആ പൈസയാണ്. വിച്ച് ഹൗസ് പ്രോപ്പർട്ടി ഹാസ് ബീൻ അക്വയർഡ് ഓർ കൺസ്ട്രക്റ്റഡ്. നമ്മൾ ആ ഹൗസ് പ്രോപ്പർട്ടി വാങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടോ കൺസ്ട്രക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടോ പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേ അതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഇൻട്രസ്റ്റ്. ഇറ്റ് ഷാൽ ബി ഡിഡക്റ്റഡ് ഇൻ 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്. ഓരോ വർഷമായിട്ട്, അതായത് ആ എമൗണ്ടിനെ നമുക്ക് 5 വർഷങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റ് പോലെയാണ്. അതായത് പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ ഹൗസ് വാസ് ആൻഡ് അക്വയർഡ് കൺസ്ട്രക്റ്റഡ്, ഹൗസ് കംപ്ലീറ്റ് ചെയ്തതിന് പണി കഴിയുന്നവരേക്കുള്ളത് 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്കത് കൊടുക്കാവുന്നതാണ്. ഇത്രയാണ് 23ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്.
അടുത്തത് essay question ആണ് 24. അണ്ടർ ദ ഇൻകം ടാക്സ് ലോ ആൻ ഇൻഡിവിജ്വൽ വിൽ ബി ട്രീറ്റഡ് ആസ് എ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ എ ഇയർ ഇഫ് ഹി സാറ്റിസ്ഫൈവ്. അതായത് നമ്മളോട് 3 കാര്യങ്ങളാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാമെന്നാണ് തിയറി ചോദിച്ചത്. അപ്പോൾ ആദ്യം റെസിഡൻ്റ് ആവണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ട് എന്നുള്ളത് ആ കണ്ടീഷൻ എഴുതുക. ഹി ഈസ് ഇൻ ദ പീരീഡ് ഓഫ് 182 ഡേയ്സ് ഓർ മോർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ 182 ദിവസമോ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം. ഹി ഈസ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 60 ഡേയ്സ് ഓർ മോർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 365 ഡേയ്സ് ഓർ മോർ ദാൻ 4 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. അതായത് പ്രീവിയസ് ഇയർ ഏതാണോ അതിൻ്റെ മുന്നുള്ള 4 വർഷങ്ങളിൽ ഒരു വർഷമെങ്കിലും 60 ദിവസമെങ്കിലും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇഫ് ആൻ ഇൻഡിവിജ്വൽ ഡസ് നോട്ട് സാറ്റിസ്ഫൈ എനി ഓഫ് ദ എബവ് കണ്ടീഷൻ ഹി വിൽ ബി ട്രീറ്റഡ് ആസ് എ നോൺ റെസിഡൻറ്റ്. അപ്പോൾ മുകളിൽ പറഞ്ഞ ആ കണ്ടീഷനിൽ ഒന്നുപോലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അവരൊരു നോൺ റെസിഡൻറ്റ് കൂടിയാണ്. ഇനി ഹീസ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 2 years ഔട്ട് ഓഫ് 10 years. പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നുള്ള 10 വർഷത്തിൽ 2 വർഷമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ 730 days എങ്കിലും പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നുള്ള 7 വർഷത്തിൽ 730 ദിവസമെങ്കിലും ഉണ്ടായിരിക്കുക. എ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ഹൂ ഡസ് നോട്ട് സാറ്റിസ്ഫൈ എനി ഓഫ് ദ അഫോർസഡ് കണ്ടീഷൻ. റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആവുകയും മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഓൺലി വൺ ഓഫ് ദ കണ്ടീഷൻ മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ ഹി വിൽ ബി ട്രീറ്റഡ് ആസ് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കൂടാതെ ഫോളോയിങ് ടെസ്റ്റ് വിൽ ബി ഡിറ്റർമിൻ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അതായത് ഒരു ടെസ്റ്റ് കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇഫ് ദ ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈ എനി വൺ ഓർ ബോത്ത് ദ കണ്ടീഷൻ സ്പെസിഫൈഡ് അറ്റ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1ൽ ഏതെങ്കിലും ഒരു കണ്ടീഷനോ 2 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷനോ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ബോത്ത് ദ കണ്ടീഷൻ സ്പെസിഫൈഡ് അറ്റ് സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2ലത്തെ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അവർ റെസിഡൻ്റ് ആണ്, ഓർഡിനറി റെസിഡൻ്റ് ആണ് ഇന്ത്യയിൽ എന്നുള്ളതാണ് പറയുന്നത്. ഇഫ് ദ ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈ എനി വൺ ഓർ ബോത്ത് ദ കണ്ടീഷൻ സ്പെസിഫൈഡ്. സ്റ്റെപ്പ് 1ലത്തെ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയും രണ്ടാമത്തെ കണ്ടീഷനിൽ ഒന്നുപോലും സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെന്തായിട്ടാണ് പറയുന്നത്? റെസിഡൻ്റ് ആണ്, പക്ഷെ എന്തല്ല, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഇഫ് ദ ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈ നോ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അറ്റ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1ലെ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അവരാരായിട്ടാണ് പറയുന്നത്? നോൺ റെസിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എന്നാലും വളരെ ഈസി ആയിട്ടുള്ളൊരു എസ്സേ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഇനി 25ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അഗ്രികൾച്ചർ ഇൻകം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അഗ്രികൾച്ചർ ഇൻകം, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം HUF, ഇൻകം ഫ്രം അതർ സോഴ്സിൽ എക്സംപ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻകംസ് ഏതൊക്കെയാണ്? ഇൻകം ഫ്രം അതർ സോഴ്സ് അല്ല, നിങ്ങളോട് പറഞ്ഞത് 15 എക്സംപ്റ്റഡ് ഇൻകംസിനെ കുറിച്ചാണ് പറയാൻ പറഞ്ഞത്. അപ്പോൾ അതെല്ലാം 10 മാർക്കാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം അഗ്രികൾച്ചർ ഇൻകം എക്സംപ്റ്റഡ് ആണ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം HUF എന്ന് കിട്ടുന്നത് എക്സംപ്റ്റഡ് ആണ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം പാർട്ട്ണർഷിപ്പ് ഫേം എന്നുള്ളത് എക്സംപ്റ്റഡ് ആണ്, ഇൻട്രസ്റ്റ് പെയ്ഡ് ടു നോൺ റെസിഡൻറ്റ്, ഇൻട്രസ്റ്റ് ടു നോൺ റെസിഡൻറ്റ് ഓൺ നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്, ഇൻട്രസ്റ്റ് പെയ്ഡ് ടു എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആൻഡ് ഹു ഈസ് എ നോൺ റെസിഡൻറ്റ്, LTC ലീവ് ട്രാവൽ കൺസെഷൻ, അതേപോലെ തന്നെ അസിസ്റ്റൻസ്, റെമ്യൂണറേഷൻ ഓർ സാലറി റിസീവ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഹു ഈസ് നോട്ട് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, remuneration received as an employee of foreign enterprise, remuneration received by an employee of foreign government, tax paid by government for Indian concern on income of a foreign company, commuted value of pension received. അങ്ങനെ നമുക്ക് ഒരുപാട് ഐറ്റംസ് തന്നിട്ടുണ്ട്. അതിലൊരു ഏതെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 15. അപ്പോൾ നിങ്ങളത് വീണ്ടും പഠിച്ച് വയ്ക്കുക ഈ എക്സാമിന് ചോദിക്കാൻ. ഈ പറഞ്ഞ നേരത്തെ ടാക്സബിൾ ആയിട്ടുള്ള അലവൻസുകൾ, എക്സംപ്റ്റഡ് ആയിട്ടുള്ള അലവൻസുകൾ, അതുപോലെ തന്നെ ഫുള്ളി അല്ലാണ്ട് നമ്മൾ കുറച്ചെങ്കിലും പെർസെൻറ്റേജ് എടുക്കുന്ന എക്സംപ്റ്റഡ് ആയിട്ടുള്ള അലവൻസുകൾ, ഇതൊക്കെയാണെന്നുള്ള എല്ലാം ഒരു മാക്സിമം ഒരു ഇത്ര പോയിൻ്റെങ്കിലും ഒന്ന് പഠിക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷനും എഴുതുക. അപ്പോൾ അതാണ് 2ാമത്തെ എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചത്. പിന്നെ 26ാമത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ടാക്സബിൾ സാലറി കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കിട്ടുന്ന ആൻസർ 4,73,600 ആണ്. 27th ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് 25,400 ആണ് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ്
നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ആൻസർ കീ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി അത് വെച്ച് ഒത്തു നോക്കിയിട്ട് ഒന്നുകൂടി ക്ലാരിഫൈ. ഇത് വളരെ ഷോർട്ടായിട്ടുള്ളൊരു ആൻസർ കീ ആണ്, ഞാനത് കിട്ടിയത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതിൽ പോസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ തന്നിരിക്കുന്ന പ്രോബ്ലംസും അതേപോലെ തന്നെ ആ തിയറി പാർട്ടും ഒന്നുകൂടി നന്നായിട്ട് ക്ലിയർ ചെയ്യുക. ഈ വന്ന 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാം നല്ല രീതിയിൽ തന്നെ തറവായിട്ട് പഠിക്കുക. കാരണം ഇത് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടാക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒരു കോംപ്ലിക്കേഷനും ഒരു കുട്ടിക്കും തോന്നാത്ത രീതിയിൽ തന്നെ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഒരു കൺഫ്യൂസിങ് ആയതൊന്നുമല്ല. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് തിയറി പഠിച്ച ഏതൊരു കുട്ടിക്കും അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അല്ലാതെ പ്രോബ്ലംസ് ഇല്ല. എസ് എ ക്വസ്റ്റ്യനിൽ ആകെ 2 തിയറി 2 പ്രോബ്ലം. അപ്പോൾ എന്തായാലും അത് രണ്ടും പഠിച്ച ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ. അതേപോലെ തന്നെയാണ് പിന്നുള്ള 8 ക്വസ്റ്റ്യനിൽ ഒരു 5 ക്വസ്റ്റ്യനോളം നമുക്ക് തിയറി ഉണ്ട്, ഒരു 3 ക്വസ്റ്റ്യൻ മാത്രമാണ് പ്രോബ്ലം ആയിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ നല്ല സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ തന്നെയായിരിക്കും ഇപ്രാവശ്യം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഈ തിയറി പോർഷൻസ് ഒക്കെ ഒന്ന് ഇപ്പോൾ ഇതിൽ വന്ന തിയറി മസ്റ്റായിട്ടും പഠിക്കുക. കാരണം ഇതിനോട് സാമ്യമുള്ളതോ ഇതിനോട് അടുത്ത് നിൽക്കുന്നതോ അല്ലെങ്കിൽ ഇത് തന്നെയോ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് അവിടെ നമുക്ക് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളെ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്